യുദ്ധത്തിൽ അടവെന്തായാലും ഡോണ്ട് കെയർ. കണ്ണിൽ പൊടി വിതറിയിടുന്നേ, കാടാ കച്ചമുറുക്കുന്നേ, കാതിൽ ഈയമൊഴിക്കുന്നേ. അമ്മേ, ഞാൻ ഗ്രൗണ്ടിലേക്ക് പോവാ. അമ്മായി ഞാനും കൂടി. ടോം ആൻഡ് ജെറി യുദ്ധത്തിൽ അടവെന്തായാലും ഡോണ്ട് കെയർ. ഇവനെ കൂട്ടിലടയ്ക്കാനായി, വലയിൽ ഒന്നു കൊടുക്കാനായി, പതിയെ പതിയെ മെഴുക്കാനായി എന്താ സൊല്യൂഷൻ? ഈ മത്സരമാകെ ഇരുവരുമെന്നും റാങ്കിന് വേണ്ടി തമ്മിൽ പായകൾ പണിയുന്നേ, പോരിന് ശൗര്യം കൂടുന്നേ, ആരെ ആര് ജയിക്കുന്നേ. ടോം ആൻഡ് ജെറി യുദ്ധത്തിൽ അടവെന്തായാലും ഡോണ്ട് കെയർ. But he's my best friend. എനിക്ക് ബർത്ത്ഡേ മിസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ, നോ പാർട്ടി. നീ എവിടേക്കും പോകുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ച ഞാൻ നല്ല കുട്ടിയായി നിന്നില്ലേ? ഞാൻ ആർഗ്യൂ ചെയ്തില്ല, നിങ്ങൾക്കെതിരെ സംസാരിച്ചില്ല. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടണ്ടേ? യെസ്, അതിന്റെ റിവാർഡാണ് സൈനിങ് ദി ഡൈവോഴ്സ് പേപ്പേഴ്സ്. പിന്നെന്തിന് എക്സ്ട്രാ റിവാർഡ്സ്? നിക്കി, എനിക്ക് ഫാമിലി പോലെയാ. അവനില്ലാതെ എനിക്ക് പറ്റത്തില്ല. നിങ്ങൾക്ക് ഫീലിങ്സ് ഒന്നും ഇല്ലേ? ഓക്കെ ഫൈൻ, പക്ഷെ 9 മണിക്കുള്ളിൽ നീ ഇവിടെ എത്തണം. ഓക്കെ ഓക്കെ ഓക്കെ, പ്രോമിസ്. I will. Thank you. എന്തുവാടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഒരു ബിയർ കൂടി എനിക്ക് അടിക്കണം. എന്താ തിരുമയിലേ, അല്ലെങ്കിൽ നിന്റെ അഡ്രസ് തപ്പി നടക്കുക. നീ എവിടെയാ താമസിക്കുന്നത്? ഷോപ്പിന്റെ ഇപ്പുറത്ത്. ആ ഷോപ്പ് എവിടെയാ? എന്റെ വീടിന്റെ അപ്പുറത്ത്. പണ്ടാരം നല്ല ആളാ. അവരെ പഴയ വീട്ടിൽ കൊണ്ടാക്കാം, എന്തായാലും ആൾക്കാരുണ്ടല്ലോ. ഞാനിവനിവിടെ വെക്കുവാ. നിങ്ങളാ വലിയ കുഞ്ഞിനെ വിളിച്ചറിയിച്ച കേട്ടോ. ഹലോ വലിയ കുഞ്ഞ്, ചെറിയ കുഞ്ഞിനെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരാൾ കൊണ്ടുവിട്ടിട്ടുണ്ട്. ചെറിയ കുഞ്ഞ് വല്ലാണ്ട് പാർട്ടിക്കൊക്കെ പോയതല്ലേ, അതുകൊണ്ട്. കുടിച്ചിട്ടുണ്ടല്ലേ? ആ ചെറുക്കം പോയോ? പോയി. ഞാൻ വരുവാ. എന്തൊരു നാറ്റം. വെള്ളം ദാഹിക്കുന്നു, കുറച്ച് വെള്ളം. നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എന്തിനാ ഇത്രയ്ക്ക് കുടിക്കുന്നേ? വല്ല ഡേറും കളിച്ചിട്ടുണ്ടാവല്ലേ? ഇന്ന് എനിക്ക് പകരം ആരാവുമ്പോ എന്തോ. നീ ഇന്നത്ര കുടിച്ചു? നീ വെറും കുട്ടിയാ, ഇത്രക്ക് കുടിക്കാനുള്ള ശേഷി നിനക്കുണ്ടോ? ഞാനെന്നാരെയും കിസ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു ഡയറും
കളിച്ചിട്ടില്ല. കിസ് ചെയ്യാൻ മനസ്സിലാവും. എനിക്കൊന്ന് 65 വയസ്സായോ? കുരുത്തം കെട്ട ഇതിനും മനഃപൂർവ്വം ചെയ്തതാ. അയ്യോ തേജസ്, നിനക്ക് ജോബ് ചെയ്യണ്ട പ്ലീസ്. ഇതെന്താ ആരും ഇല്ലാത്ത? 3 മിസ് കോളാ. ഓ ഗോഡ്, അയാൾക്കറിയാം ഞാൻ കുടിച്ചിട്ടാളെന്ന്. അയാളിനി ഹോം സ്കൂളിംഗ് ചെയ്യുമല്ലോ. ഭാഗ്യം ഞാൻ അഡ്വാൻറ്റേജ് എടുത്തല്ല, എന്നെ അടിച്ചിട്ടുമില്ല. വിശക്കുന്നു. ഓ കൊച്ചുകുഞ്ഞ് എഴുന്നേറ്റോ? എന്താ മോനെ വേണ്ടത്? ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ? എനിക്കറിയില്ല, എന്റെ തല പൊട്ടുന്നുണ്ട്. എന്നാ മോനിത് കുടിക്കും, ഹാങ് ഓവറിന് നല്ലതാ. താങ്ക് യു ജാനറ്റ്. ദൈവമേ, ഞാനാണേൽ ഇന്നലെ ടൈമിങ്ങും തെറ്റിച്ച് കുടിച്ച് വാളും വെച്ച് എഴുന്നേൽക്കാനും ലേറ്റായി, ക്ലാസ്സിലും പോയില്ല. അയാൾ എന്നെ കൊല്ലും. ഞാൻ എൻ്റെ പ്രോമിസ് പൊട്ടിച്ചല്ലോ. ഞാൻ സോറി പറയണം. അയാൾ കേൾക്കുവോ? അയാൾക്ക് മാപ്പ് തരാനെങ്കിലും അറിയോ? ഞാനിന്ന് അയാൾക്ക് ലഞ്ച് ഉണ്ടാക്കിയാലോ? എന്നിട്ട് ഓഫീസിൽ പോയി ഞാൻ തന്നെ കൊടുക്കാം. എന്നെ നല്ല മനസ്സ് കണ്ട അയാൾ എന്നെ ഫോർഗീവ് ചെയ്യും. കൊള്ളാം, നിന്റെ ബുദ്ധി വിമാനമല്ല, റോക്കറ്റ്. ജാനെ, ഇന്നത്തെ ലഞ്ച് ഞാൻ ഉണ്ടാക്കിയാലോ? അയ്യോ, വംശി സാർ ഹാപ്പിയാവും. ഇത് മോന്റെ കിച്ചനാണ്, മോനാണ് ഇവിടത്തെ ബോസ്. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണമെന്നില്ല. ജാനറ്റ് ഇവിടെ നിന്നോ, ഞാൻ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം. ഇനി നേരെ വീട്ടി എന്റർപ്രൈസസിലേക്ക്. മോന് പക്ഷെ ഡിന്നർ ആവാൻ ഇനി 2 മണിക്കൂർ കൂടിയല്ലേ ഉള്ളൂ. അതിനിപ്പോ എന്താ? മോൻ സ്നേഹത്തോടെ വംശി സാറിന് ഉണ്ടാക്കിയതാ. സാറിനത് മനസ്സിലാവും. ഞാനിവിടെ തേജസിനെ കാണാൻ വന്നതാണ്. താനയാളുടെ അടുത്ത ഫാനാണോ? എന്തായാലും സോറി, ബട്ട് ഹീസ് ബിസി. വേറെ അവിടുത്തെ വല്ല മ്യൂസിയം കണ്ട് ചിലപ്പോ അദ്ദേഹത്തെ കാണാൻ പറ്റിയേക്കും. കാരണം ഇടയ്ക്ക് അയാൾ അവിടേക്ക് വരുന്നതാണ്. ലുക്ക് ലേഡി, ഞാൻ തേജസിനെ കാണാൻ വന്നതാണ്. എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ അയാളുടെ ഫാൻ അല്ല. പിന്നെ താൻ എന്തിനാ കെട്ടി എഴുന്നേൽക്കുന്നേ? നമ്മുടെ ബിസിനസ് ക്ലൈന്റിനെ പോലെ മീഡിയ ബസ്സിനെ പോലെ തോന്നുന്നില്ലല്ലോ. അയ്യോ, ഞാൻ ഇവിടെ അയാൾക്ക് ലഞ്ച് കൊടുക്കാൻ വന്നതാ. ഞാൻ അയാളുടെ
അയാളുടെ കുടുംബമായി വരും. വേണം എന്റെ പേര് പറഞ്ഞ ജിത്ത്. താൻ അയാളുടെ ഫാമിലി മെമ്പർ ആണെങ്കിൽ താൻ തന്നെ അയാളെ വിളിക്കും. ഹലോ, ഞാൻ താഴെ റിസപ്ഷനിലുണ്ട്. ഈ ആന്റി എന്നെ കയറ്റാൻ വിടുന്നില്ല. എന്നെ ഉള്ളിൽ കയറാൻ വിടാൻ പറ. എന്റെ ചെറുക്കനെ ആക്ച്വലി വിളിക്കുന്നു. ഹലോ, അവനെ മുകളിലേക്ക് അയക്കും. യെസ് സർ. ദൈവമേ പെട്ട അല്ലെങ്കിൽ തേജസ് സാറുടെ ആയിട്ട് ഇവിടെ വിളിക്കാറില്ല. ഈശ്വരാ, ഈ ചെറുക്കനെ സർ, ഐ എം സോറി സർ. സർ എന്റെ കൂടെ വരും. ഞാൻ തേജസ് സാറിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോവാം. ഇവയ്ക്കാണോ ഇതിനെ വിളിച്ച എല്ലിൽ അയാളും? ആക്ച്വലി ബോസിൽ നിന്ന് ഓർഡർ ഉണ്ട് ഈ സാറിന്റെ ഓഫീസിൽ കൊണ്ടുപോവാൻ. നിങ്ങൾ കൂടെ വരണമെന്നില്ല, വഴി കാണിച്ചു തന്നാൽ മതി. അപ്പൊ ഇതാണ് ഇയാളുടെ ഓഫീസ്. ഇങ്ങോട്ട് തന്നെയാണല്ലോ നോക്കുന്നത്. ഇവരെന്താ ഇപ്പൊ ഇവിടെ? അടുത്ത വല്ല പണിയൊപ്പിക്കാനാണോ? തേജസ് അല്ല, ഐ മീൻ സർ, സോറി ടു ഡിസ്റ്റർബ് യു, ബട്ട് ഞാനിത് സ്വന്തമായി വീട്ടിൽ ഉണ്ടാക്കിയതാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഹൗ അബൌട്ട് യു ടേസ്റ്റ് ഇറ്റ്? തന്നെയാണോ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഇവര് കുക്ക് ചെയ്യാനോ അറിയോ? ദൈവമേ, ഇപ്പോഴിയാള് ദേഷ്യത്തിലാണോ? അയ്യോ രക്ഷിക്കണേ, എനിക്ക് ആകെ ഡിവോഴ്സ് മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. എൻ്റെ 3 മാസം തകർക്കെടുത്ത് പ്ലീസ് ഗോഡ്. ഞാൻ തുറന്നു തരാം. ഓ, കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, നല്ല ടേസ്റ്റാ. ജാനറ്റ് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കൂ. ഇത് പനീർ മസാല, പക്ഷെ ഇതെല്ലാം കറുത്തിരിക്കുന്നത്. ശരിക്കും ഓറഞ്ച് കളറായിരുന്നു ഉണ്ട്. എന്നിട്ടാവട്ടെ, ഇത് ചിക്കൻ ടിക്ക മസാല കറുത്തിരിക്കുകയാണല്ലോ. പിന്നെ ഇത് ചിക്കൻ വെച്ചത്. ഓ ഭാഗ്യം, കറുത്തു പോയില്ല. എങ്ങനെ കറുപ്പാകാൻ? വെള്ളത്തിലിട്ട് വേവിക്കല്ലേ വേണ്ടു. തേജസ്, ഐ മീൻ സോ, ഇത് ആദ്യമായിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഐ എം സോറി ഫോർ ദ ലാസ്റ്റ് നൈറ്റ്. ഞാൻ പ്രോമിസ് ബ്രേക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. സോ വിൽ യു ഫോർഗീവ് മീ? ഇവൻ ഇങ്ങനത്തെ സൈഡ് ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, ഹൗ ക്യൂട്ട്. നിങ്ങളിനിയും ടേസ്റ്റ് ചെയ്തില്ല അല്ല ഫുഡേ? ചിക്കൻ വേവിച്ചതിന്റെ കഥ നല്ലത്. ചിക്കൻ വേവിച്ച ചിക്കൻ ഇപ്പൊ എടുക്കണ്ട, അത് മുഴുവൻ വെട്ടാൻ വെക്കുക. അല്ല ഞാൻ ചെയ്യും. ബാക്കിയുള്ളത് എടുത്ത് കഴിച്ചു. ഓ ഷിറ്റ്. അത്രക്ക് മോശമാണോ? പൊട്ട് ചെയ്യുന്നു. ഇത് ശരിക്കും സോറി പറയാൻ തന്നെയാണോ, അല്ലെങ്കിൽ എന്നെ പ്രൊവോക്ക് ചെയ്യാനോ? അല്ല, ശരിക്കും സോറി പറയാനാണോ വന്നത്? ആ മതി മതി, പൊക്കോ. ഇനി നീ മേലാ കിച്ചണിൽ കയറുന്നത്, മനസ്സിലായോ? ഞാൻ ഡിസ്റ്റർബ് ചെയ്തതിന് സോറി. ഇനി ഞാനൊന്നും കുക്ക് ചെയ്യില്ല. ബട്ട് എന്റെ അപ്പോളജി ആക്സെപ്റ്റ് ചെയ്യണം പ്ലീസ്. എനിക്ക് എന്റെ പണിഷ്മെന്റ് എക്സ്റ്റെൻഡ് ചെയ്യല്ലേ. എനിക്ക് ശരിക്കും ശരിയാ. ഹൗ കൻ ഐ ഫോർഗെറ്റ്? ഞാൻ എന്ത് മണ്ടനാ. നിന്റെ കഴിഞ്ഞ നൈറ്റിലെ പ്രവൃത്തി റിഗ്രറ്റ് ചെയ്തത് കൊണ്ടല്ല, മറിച്ച് ഞാൻ നിനക്ക് ഡൈവോഴ്സ് തരത്തില്ല എന്ന് വിചാരിച്ചാണ് ഇവിടേക്ക് വന്നതല്ലേ. പക്ഷെ ഈ കഴിഞ്ഞ 24 മണിക്കൂർ കൊണ്ട് എനിക്ക് മനസ്സിലായി, താനൊന്നും ഒരു കാലത്ത് നന്നാവാൻ പോണ്ട. ഞാനാണ് ഇവിടെ പൊട്ടം കളിക്കുന്നത്. അതെ, ഞാൻ ഡിവോഴ്സിന് വേണ്ടി തന്നെ ഇതൊക്കെ ചെയ്യുന്നത്. താൻ എന്താ വിചാരിച്ചേ? തന്നോടുള്ള പ്രേമം മൂത്തിട്ടാണെന്നോ? പ്രേമം ഞാൻ ഒരിക്കലും തന്നെ പ്രേമിക്കത്തില്ല. എനിക്ക് വെറുപ്പാ തന്നോടുള്ള. ഒന്നും ഞാൻ മറന്നിട്ടില്ല. ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് യു. അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവന്റെ കണ്ണ് തന്നെ എന്നോട് പറഞ്ഞത് എന്തായിരിക്കും? ഏതാ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഇതെന്താ ലൈറ്റ് ഒന്നും ഓണാക്കാത്തെ? ഞാൻ ഫുഡ് പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. നല്ല അലമ്പായിരുന്നല്ലേ. സോറി, ഞാൻ അറിഞ്ഞില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാല് തിളപ്പിച്ചിട്ടുണ്ട്. എരിക്ക് പറഞ്ഞു നിങ്ങളൊന്നും കഴിച്ചിട്ടില്ല എന്ന്.
സാറേ അതിനിപ്പോഴും നല്ല ചൂട്. ഓ, ഈ വീടുകൾ എല്ലാരും പേടിപ്പിച്ചാ നിക്കുവാണോ? അത് ഇളം ചൂടാക്കുന്നതിന് പകരം തിളപ്പിച്ചത് കൊണ്ടോ? ജാനറ്റ്, ആ ലഞ്ചൊക്കെ അവനാണ് ഉണ്ടാക്കിയത്, അത് എനിക്ക് വേണ്ടി? യെസ് വംശി സാറേ, ഉച്ചക്ക് 12:30 തൊട്ട് തുടങ്ങിയത്. ഓരോ ഡിഷും ടേസ്റ്റ് നല്ലതാവുന്നത് വരെ വീണ്ടും വീണ്ടും കുക്ക് ചെയ്തുകൊണ്ടിരുന്നു. മോന്റെ ചില സ്ഥലത്തൊക്കെ പൊള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മോന്റെ എക്സൈറ്റ്മെന്റ് കണ്ടപ്പോ തടയാൻ തോന്നിയില്ല. ഞാൻ വിചാരിച്ചു സാറും അങ്ങനെയാ ചെയ്തേന്ന്. പക്ഷെ മോൻ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. ആ റൂമിൽ നിന്നേ പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പൊ ഈ കാറിന് സൗണ്ട് കേൾക്കുന്നത് വരെ. ജാനറ്റ് പോയി ഇറങ്ങിക്കോളൂ. നാളെ സോറി പറഞ്ഞേക്കാം. സോ ദാറ്റ്സ് ഓൾ ആമീസേ. ഐ നോ വളരെ ലേറ്റായിട്ടാണ് വീഡിയോസൊക്കെ വരുന്നത്. ഐ എം സോ സോറി. കാരണം എനിക്ക് കോളേജിൻ്റെ നല്ല രീതിക്ക് കോളേജിൻ്റെ വക പ്രഷറുണ്ട്. സോ അക്കാഡമിക്സ് പ്ലസ് യൂട്യൂബ് കൊണ്ടുപോകാൻ നല്ല പണിയാണ്. എന്തായാലും കുഴപ്പമില്ല, ഞാനിങ്ങനെ ഒരു ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും ഇടുന്നതായിരിക്കും. ആൻഡ് യാ, സോ വീഡിയോയുടെ ലെങ്ത്തും കുറവാണ്. കുറേ പേര് വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ അതിനൊരു സുഖമില്ല. കാരണം എൻ്റെ കഥ കുറച്ച് ഒരു 10-28 എപ്പിസോഡൊക്കെ ഉള്ളതായിരിക്കും നല്ലത്. ഇങ്ങനെ ചെറുതാക്കി പെട്ടെന്ന് സംഭവം തീർത്തുള്ളൊരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പം എല്ലാവരും സ്ലോ ബേൺ റൊമാൻസ് ആയിട്ട് ഇത് പോകാനാണ് എൻ്റെ ഉദ്ദേശം. സോ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് എഗെയിൻ താങ്ക് യു ആമീസ് ഫോർ ദ സപ്പോർട്ട്. എല്ലാ വീഡിയോസിന് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല വ്യൂസും ലൈക്സ് എല്ലാം കിട്ടുന്നുണ്ട്. ഇതേ സപ്പോർട്ട് ഇനിയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലവ് യു ഗൈസ്, ബൈ.